ഹലോ, നമ്മളിന്ന് രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോവാണ്. അതിനുശേഷം അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മക്കളെ എടുത്താൽ കഴിയൂല, അതുകൊണ്ട് തന്നെ മക്കളെ വീട്ടിൽ വെച്ചു കേട്ടോ. അപ്പൊ തന്നെ നല്ല കരച്ചിലാണ്. ഒരു 2 മിഠായിൽ ഒതുക്കി കേട്ടോ. 2 മക്കളെയും വീട്ടിൽ വെച്ച് ഞാനും ഏട്ടനും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നേ, എന്നാലും വേണ്ടില്ല, രണ്ടും കൽപ്പിച്ചിറങ്ങിയല്ലേ. അങ്ങനെ ഞങ്ങളിതാ പോകുന്ന വഴിയിലൊക്കെ നല്ല മഴയായി. പിന്നെ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് പുണ്യങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം ഏട്ടൻ്റെ സ്പെക്സ് ഒന്ന് റെഡിയാക്കാനുണ്ട്. അങ്ങനെ അതിൻ്റെ ഷോപ്പിൽ കയറി. അപ്പോൾ പിറ്റേന്ന് രാവിലെ അത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു ദൗത്യം വേണ്ടാന്ന് വെച്ചു കേട്ടോ. കാരണം രാമനാട്ടുകരയാണ് സ്ഥലം. പോയത് വേറെ ഒന്നിനല്ല, ലാലിയോ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിസെക്സ് സലൂണിലാണ് കേട്ടോ. എൻ്റെ ഹെയർ ചെറിയൊരു മാറ്റം വരുത്തണമെന്ന് ജന്മം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒരു സ്പാലൊന്നും പോയിട്ട് ഇങ്ങനെ ഒരു ഹെയർ അവരുടെ പരീക്ഷണങ്ങൾക്കായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ബട്ട് ഇപ്പോഴെനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ട്. എൻ്റെ തിക്നെസ് ഒക്കെ പോയി. അപ്പം ഞാൻ കരുതി ഏതായാലും പോയി തുടങ്ങി, ഇനി ഇത് കുറച്ചൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ അതാ എൻ്റെ തലകഴുകൽ എന്ന ദൗത്യം അവിടെ കഴിഞ്ഞതിന് ശേഷം നല്ല തോർത്തൽ എന്ന ദൗത്യത്തിലേക്ക് കടന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ആ ലേഡിയെ ആയിരിക്കും ചെയ്യാന്ന്. ബട്ട് അവിടെ ഒരു ബോയ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അവൻ 5 കൊല്ലമായിട്ട് അവിടെ തന്നെയാണ്, ഉത്തർപ്രദേശുകാരനാണ്. പക്ക അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നു. എൻ്റെ സെറ്റ് എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ അവരെ. അപ്പോൾ അതിനുശേഷം അവനെ നല്ല വൃത്തിയായിട്ട് അവർ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് നമ്മളെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ലെങ്ത് കണ്ടോ നിങ്ങൾ, അത്രയും ലെങ്ത് എൻ്റെ ഹെയറിനുണ്ട്. ബട്ട് എൻ്റെ തിക്നെസ് ആണ്, ഫുള്ള് തിക്ക് പോയിട്ട് തിന്നായിട്ടുണ്ട് കേട്ടോ, ഉള്ളൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഹെയർ ഫാളാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും. മുടി നമ്മൾ എപ്പം കയ്യിലെടുത്തു കഴിഞ്ഞാലും ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ആണ് ഉണ്ടാകുന്നത്. ഞാൻ പറയുകയും ചെയ്തായിരുന്നു, ഞാൻ ഒരു ജൂൺ ഫസ്റ്റ് തൊട്ട് നമുക്ക് ഹെയർ കെയറിൻ്റെ ചലഞ്ച് തുടങ്ങണം എന്ന്. കാരണം എൻ്റെ ഹെയറോ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനിയും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ചിലപ്പം കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പഴമക്കാർ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ഹെയർ കയറ്റി കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹെയറിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എന്തൊരു കാര്യമായാലും അത് ഹെയർ സ്വീകരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടിപ്പ് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം തന്നെ ഞാൻ താഴെ എനിക്ക് ലെങ്ത്ത് ഒരു ചെറിയൊരു രീതിയിൽ ഞാൻ കയറ്റി വെട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മുകളിലോട്ട് കയറ്റി വിട്ടും ഞാൻ ഇതാക്കിയത് ബട്ടർഫ്ലൈ കട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ ആ ഒരു മുടി ഒന്ന് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അവൾ പറയുന്നത്, അയ്യോ വീഡിയോ എടുത്തില്ല. അങ്ങനെ ശേഷം അവളുടെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി എൻ്റെ തല ഇങ്ങനെ 2-3 മുടി പോർഷൻസ് ആക്കിയിട്ട് ഓരോ ലെയറിനനുസരിച്ച് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. മുടി ആ ഒരു നനഞ്ഞ മുടിയാണ്, അവർ തല തോർത്തൊന്നുമില്ല, അങ്ങനെ തന്നെ അവർ കട്ട് ചെയ്ത് അവസാനം കട്ട് ചെയ്ത് വരുന്നതിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ ലെങ്ത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് മിററിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര പോരായിരുന്നു. പിന്നെ അവരിതാ ചെറിയ രീതിയിൽ മുടി ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഉണക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോഴൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഹെയറിൽ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം ഇപ്പോൾ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഹെയറിൽ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് മുന്നേ അമ്മയാണ്, എൻ്റെ അമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അമ്മ അങ്ങനെ ചെയ്യും. ഇപ്പം അമ്മയ്ക്കും കൈവേദനയും പ്രായമായതിൻ്റെ ഓരോ അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലയിലുള്ള ഒരു മസാജും കാര്യങ്ങളൊന്നും നടക്കാറില്ല. അതെൻ്റെ മുടിയിൽ അറിയാനും ഉണ്ട്, എനിക്ക് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവൻ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. ചില സ്ഥലങ്ങളിലെ വീഡിയോസ് ആയിട്ടൊന്നും അപ്പോഴല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫൈനൽ സ്റ്റേജാണ് ഇതെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ കരുതിയത്, ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നേ, കയറ്റി വെട്ടി പോകുമെന്നൊക്കെ. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അവരെടുത്ത് പറഞ്ഞു. അവരതേപോലെ എനിക്കത് സെറ്റാക്കി തന്നു കേട്ടോ. ഞാൻ 100% മുകളിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ലാലിയോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം അവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും യൂട്യൂബ് ഐ ഡിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പോസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് നിന്ന്, എനിക്ക് ഫേസ് കാണിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ് കാണിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫേസ് കാണിക്കാത്ത ഒരാളൊന്നുമല്ല, ബട്ട് അവരുടെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഫേസ് കാണിച്ചില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങുകയാണേ. ഏട്ടൻ ഫുൾ അവിടെ നിന്ന് ഉറക്കമാണ്. ഫസ്റ്റിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നു, പിന്നെ ആൾ നല്ല ഉറക്കാട്ടോ. അങ്ങനെ ഞാൻ കുറേ കളിയൊക്കെ ആക്കി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലോട്ടാണ്. ഹെയർ നമ്മൾ സെറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി വാങ്ങിക്കാതെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ചെയ്തതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതുകൂടി വേണ്ടേ. അതിനുശേഷം നമ്മൾ നേരെ ഇട്ടരണ്ടിലെ പുതിയതായിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ കയറി മക്കൾക്ക് കുറച്ച് സാധനം, വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ടൈമിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.